നമ്മുടെ മറ്റത്തില് ഞായറാഴ്ച കാലത്ത് തലക്കോട്ടന്റെ കടയിൽ നിന്ന് പോത്തും വാങ്ങി മാർക്കറ്റ് റോഡിൽ നിന്ന് മറ്റൻ സെന്ററിലേക്ക് വന്നപ്പോഴാണ് രണ്ടാമത്തെ കുർബാന ഞാൻ ആൾക്കാർ പോണത് കണ്ടത്. കുന്നംകുളത്തേക്ക് പോണ ബസ്സിൽ കുറെ പേര് പോണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് പിന്നീന്നൊരു വിളി. ഇവിടെ ഫ്രണ്ട് മനു അറിഞ്ഞത്. അവൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് കേട്ടു, കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വർത്താനം ചായ കുടിച്ചിട്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാതാന്റെ പെരുന്നാളിന്റെ നോട്ടീസ് കണ്ടത്. ഞാനപ്പോ അവനോട് പറഞ്ഞു, നീ വന്നത് ഏതായാലും നല്ല ടൈമിലാ, ഇക്കൊല്ലത്തെ മാതാന്റെ പെരുന്നാൾ നിരക്ക് കൂടാലോ. അപ്പൊ മൂപ്പരൊരു ഡയലോഗ്, 19 കൊല്ലം മുമ്പേ മുറ്റത്തിക്കാർ സ്ഥാപിച്ച മത സൗഹാർദ്ദത്തിന്റെ സിമ്പൽ അല്ലേ ആ പള്ളിന്ന്. അപ്പുറത്ത് പരിപ്പട ചെന്ന് കേട്ടോണ്ട് ആന്റിയേട്ടൻ പറഞ്ഞു, ശരിയാ, 1968 വടക്കുംപാട്ട കൃഷ്ണ തിരുമേനി തന്ന സ്ഥലത്ത് പുതിയ പള്ളി പണിയണ വരെ അവിടെ ഒരു പാറയും അതും അന്നത്തെ വെള്ളാനിക്കാരൻ അച്ഛൻ റോമിന്ന് കൊണ്ടുവന്ന് കൊത്തിവെച്ച ഒരു മാതാവിന്റെ പടവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനു ചോദിച്ചു, അല്ല പെരുന്നാൾ എന്നാന്നാ പറഞ്ഞത്? നോട്ടീസ് അവന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, 2-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം പള്ളിയിലെയും നിലപ്പന്തലിലെയും ലൈറ്റ് ഓൺ കഴിഞ്ഞാൽ വയലിൻ ഫ്യൂഷൻ ഉണ്ടാവും. പെരുന്നാളിന്റെ അന്ന് പാട്ടൂർബാനി, വൈകുന്നേരം പാഴത്ത് ഇടവക പള്ളിയിൽ നിന്ന് കിരീട എഴുന്നള്ളിപ്പും മെഗാ ബാൻഡ് വാദ്യം ഒക്കെ. 4-ാം തീയതി ഞായറാഴ്ച ആണെങ്കിലും അടിച്ചുപൊളി തലേസം ശനിയാഴ്ച ഏട്ടാ. അന്നല്ലേ എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ബാൻഡും വാദ്യം ഒക്കെ ആയിട്ടുള്ള കിരീട എഴുന്നള്ളിപ്പും തേരു മത്സരമൊക്കെ. ആന്റിയേട്ടൻ പറഞ്ഞു, പെരുന്നാളിന്റെ പിറ്റേസം തിങ്കളാഴ്ച നാടകം, ചൊവ്വാഴ്ച ഗാനമേള, ഇപ്രാവശ്യം തകർക്കൂട്ടാ. അപ്പൊ എങ്ങനെ കെടിയോളെ പൊളിക്കല്ലേ നമ്മുടെ ഈ പെരുന്നാള്.